അതായത് എൻ്റെ സിസ്റ്റർ റംഷിനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നേക്ക് 16 ദിവസമായി. ഇതിനിടക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇഫക്റ്റീവായിട്ടുള്ള അന്വേഷണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെക്സ്റ്റ് ലെവലിലേക്ക് സാധാരണ ബേസിക് ആയിട്ടൊരു ഇൻസിഡന്റ് നടന്ന അല്ലെങ്കിൽ ഒരു ക്രൈം നടന്ന അതിൽ ചെയ്യാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. അവര് ഇപ്പൊ ഇൻക്വസ്റ്റ് നടത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ആ സമയത്ത് ഇൻക്വസ്റ്റ് നടത്തിയവരുണ്ട്, ബോഡി ഇറക്കുന്ന സമയത്തുള്ള ആളുകളുണ്ട്. അവരോടൊന്നും അവരെ മൊഴി പോലും ഇവൻ എടുത്തിട്ടില്ല. ഇന്നിപ്പോ ഞാനവിടെ ഇന്ന് സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഇവൻ എന്റെ മൊഴി ഇന്നെടുത്തത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ചോദിച്ചാൽ മാത്രം ആക്ഷൻ എടുക്കുന്ന രീതിയിലാണ് അവരെ ഒരു സമീപനം. അത് എന്തുകൊണ്ടും അറിയില്ല. ഇവര് പറയുന്നത് ഞങ്ങൾ സ്ഥലം മാറി വന്നു, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുണ്ട്. അപ്പൊ ഇത്രയും സമയം ഈ പ്രതികൾ എന്ന് പറയപ്പെടുന്ന ഇപ്പൊ എന്റെ പെങ്ങളെ ഹസ്ബൻഡ് അവരെ ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും അവർക്ക് സമയം കിട്ടുന്നതോടും അവർക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ അതൊക്കെ ഈ കേസിനെ ബാധിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ പെങ്ങൾക്ക് നീതി കിട്ടണം. അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഈ കെട്ടിത്തൂങ്ങി മരിച്ച് കാണപ്പെട്ടു എന്നുള്ള ജനല് എന്ന് പറഞ്ഞാല് വെറും 4.5 അടി, ഏകദേശം 4.5 അടി ഇതിലാണ് വരുന്നത്. പെങ്ങളെ 5.4 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ അവളെക്കാട്ടിലും ഹൈറ്റ് ഉള്ള ഈ ജനലില് എങ്ങനെ അവരെക്കാളും ഹൈറ്റ് കുറവുള്ള ഈ ജനലിൽ എങ്ങനെ അവള് തൂങ്ങി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ കാല് നിലത്ത് മടക്കി വെച്ച രീതിയിലാണ് കാണപ്പെട്ടത്. അപ്പൊ അതിലൊക്കെ പോലീസിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാല് അവര് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമുക്കത് അത്ര കണ്ട് സിറ്റുവേഷൻ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് എന്തുകൊണ്ടോ അതിനൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്. പിന്നെ അവള് ഏകദേശം മരണം സംഭവിക്കുന്ന അന്ന് രാത്രി നേരം വെളുക്കാൻ നേരത്ത് 2:30 മണിക്ക് പുറത്ത് 2:30 മണിക്ക് ഭീതിയോടെ കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേന്റെ സൈഡിൽ നിൽക്കുന്നത് ഭീതിയോടെ കാണപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടുന്ന് ഫിഷിങ്ങിന് പോകുന്നവർ കണ്ടിട്ടുണ്ട്. ഒരുപാട് ദുരൂഹതകൾ ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. ഒന്നാമത്തത് ഈ പറഞ്ഞ രാത്രി 2:30 മണിക്ക് കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേയിൽ പെങ്ങളെ ഭീതിയോടെ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. അവരെ ഐഡന്റിഫൈ ചെയ്തത് ഈ ഫോട്ടോസ്, പെങ്ങളുടെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഈ കുട്ടീനെ ഞങ്ങൾ അന്ന് കണ്ടിരുന്നല്ലോ. ഇതൊക്കെ ഞങ്ങൾ പോലീസിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആ കുട്ടിയാവാം ആവാതിരിക്കാം, അതിനെന്താ നിങ്ങളുടെ അടുത്ത് തെളിവുള്ളത്, നിങ്ങളുടെ അടുത്ത് ഫോട്ടോ ഉണ്ടോ വീഡിയോ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനൊന്നൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പോലീസിന്റെ ഭാഗത്തുനിന്നില്ല. പിന്നെ ആത്മഹത്യ ചെയ്യപ്പെട്ട് കാണപ്പെട്ട റൂം എന്ന് പറഞ്ഞാല് ഒരു മെയിൻ ഹോള്, ആ മെയിൻ ഹോളില് 2 റൂം. കുട്ടി ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന റൂം ക്ലോസ് ചെയ്തിരുന്നില്ല, ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട് കിടക്കുന്ന റൂം ക്ലോസ് ചെയ്തിരുന്നില്ല. പിന്നെ അതിന്റെ നേരെ അപ്പുറത്ത് ഒരു ഡോറുണ്ട്. ആ ഡോറ് പുറത്തേക്ക് ബാൽക്കണിക്കുള്ള ഒരു ആക്സസ് ആണ്. അത് പെങ്ങളെ കുട്ടികൾ പറയുന്നത് അതെപ്പോഴും അടച്ചതല്ല. കാരണം അവർ ഈ ടർഫിൽ കളി കാണുമ്പോൾ ഇടക്കവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഈസി ആക്സസിന് വേണ്ടിയിട്ട് അവര് മിക്കവാറും ഇങ്ങനെ ജസ്റ്റ് ചാരി വെക്കാറാണ് പതിവ്, അതായത് അടച്ചു വെക്കാറാണ് പതിവ്, ലോക്ക് ചെയ്യാറില്ല. അപ്പോ അതിലൂടെ ആൾക്ക് വന്ന് കൃത്യം കഴിഞ്ഞ് ലോക്ക് ചെയ്ത് സാധാരണ രീതിയിൽ ഒരു നാച്ചുറൽ ആക്കി മാറ്റാൻ വളരെ ഈസിയാണ്. അതിന്റെ സംശയങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞത് ആ വീട് അങ്ങനെ അതിനൊക്കെ സാങ്കേതികമായിട്ടുള്ള പല എന്താ പറയുക എക്സാമ്പിൾ പറഞ്ഞിട്ട് അവരെന്നെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താ പറയില്ല, നമ്മളിപ്പോ ഞാനിപ്പോ കുട്ടിയുടെ എൽഡർ ബ്രദറാണ്. അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഭയങ്കര തീരാ ദുഃഖമാണ് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ആയിരുന്നു. അപ്പോ ഇതില് നല്ല തക്കതായിട്ടുള്ള അന്വേഷണമാണ്. പോലീസ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇഫക്റ്റീവായിട്ട് ഇതിനെ സമീപിക്കണം. അതിലെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണം. അവനെ സംബന്ധിച്ചിടത്തോളം അവന് രാഷ്ട്രീയപരമായിട്ട് നല്ല സ്വാധീനമുണ്ട്. അവന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പിന്നെ പല രീതിയിലും അവന് വേരുകളുണ്ട്. അപ്പൊ അവനിത് ഇത്രയും സമയം പോലീസ് ഇങ്ങനെ അനാസ്ഥ മൂലം ഇതിങ്ങനെ നീണ്ടുപോവാന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും കേസിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അതൊക്കെയാണ് ഞങ്ങളുടെ സംശയങ്ങൾ. പിന്നെ ഈ പെങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ കുറെ കാലങ്ങളായിട്ട് ഈ പ്രശ്നം ഉള്ളതാണ്. ഇതിപ്പോ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇപ്പോൾ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ടീച്ചർ, അത്യാവശ്യം TTC കഴിഞ്ഞ് BA കഴിഞ്ഞ് 3 മാസം ഇവിടെ പാരഡൈസ് സ്കൂൾ പഠിപ്പിച്ച് പിന്നെ 2 മാസത്തിൽ കൂടുതൽ പൈകണ്ണൂർ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അപ്പൊ എന്താ പറയുക, അവൾക്ക് അവളേതായിട്ടുള്ള ഒപ്പീനിയൻ, ഓരോ കാര്യങ്ങളിലും അവൾക്ക് അവളേതായിട്ടുള്ള സ്റ്റാൻഡ്, അവളേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസത്തെ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന ചെറിയ സംഭവത്തിന് പോയിട്ട് ഇനിയിപ്പോ ഇത് ആത്മഹത്യ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ
ഒറ്റ ദിവസം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല സംശയം. അവള് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഇപ്പൊ ഈ ഇടക്ക് ഇവിടെ 20 ദിവസം മുമ്പ് 15 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ആ സമയത്തുള്ള സ്വന്തം അവള് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എന്ത് വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതിന് PSCക്ക് എക്സാം വരെ അവള് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുള്ള സ്ഥിതിക്ക് എന്ന് വെച്ചാൽ അതിൽ നല്ല സമ്പൂർണ്ണമായിട്ടുള്ള അന്വേഷണം വേണം. അതിന് നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് വേണം. പോലീസിന് എന്തെങ്കിലും ഇതിൽ ആരെങ്കിലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അവരെ അന്വേഷണം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടോ അറിയില്ല, ഇതിലൊക്കെ ദുരൂഹതകളുണ്ട്. എന്തായാലും അതൊക്കെ പുറത്തു വരണം. അതിന് ഇഫക്റ്റീവായിട്ടുള്ള അന്വേഷണം വേണം. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ. ഞങ്ങളിപ്പോൾ പരാതി വളാഞ്ചേരി SIക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, CIക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ മലപ്പുറം SP സാറിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മനുഷ്യാവകാശ കേന്ദ്ര നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്പറേഷന് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ വനിതാ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് എന്നുള്ള സിസ്റ്റത്തിനെ നമ്മൾ അവരെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് അവരെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷ രീതിയിലുള്ള അവരെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതിന്റെ അന്വേഷണങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് ഞങ്ങൾ പോകണം. ഇപ്പൊ പോയിട്ടില്ല, പിന്നീട് ഞങ്ങൾ പോകും. ഇതിങ്ങനെ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ. ഈ മരണം കഴിഞ്ഞതിന് ശേഷം വരെ രണ്ട് കുട്ടികളുണ്ട് പെങ്ങൾക്ക്. ഒരു കുട്ടിക്ക് 10 വയസ്സും ഒരു കുട്ടിക്ക് 6 വയസ്സും. അപ്പോൾ ഈ കുട്ടികൾ പറയാറുണ്ട്, അതായത് ആപ്പാന്റെ റൂമിന്റെ താഴത്തുനിന്ന് ചില സമയങ്ങളിൽ സിറിഞ്ചും, പിന്നെ അവർ പറഞ്ഞപ്പോൾ ഞാനിവിടെ അടുത്ത് കുട്ടിക്ക് നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറിഞ്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു ഇതേപോലത്തെ സിറിഞ്ച് ആപ്പാന്റെ അവിടെ കാണാറുണ്ട്, പിന്നെ കുറെ വെളുത്ത പൊടി എന്തൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ പോലീസിനോട് സംശയം പറഞ്ഞിട്ടായിരുന്നു. അതിന്റെ ബേസിൽ അവർ അന്ന്, അതായത് ഈ മരണം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, പിന്നെ ഏകദേശം ഒരാഴ്ചത്തോളമായിട്ടാണ് അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുത്തെ SIന്റെയും CIന്റെയും നേതൃത്വത്തിൽ ഞങ്ങളവിടെ സ്ഥലത്ത് വിസിറ്റ് ചെയ്തപ്പോൾ അവരവിടെ ചെക്ക് ചെയ്തു. അതായത് കൃത്യം കഴിഞ്ഞ് 24 ഹവേഴ്സിനുള്ളിൽ അവർക്ക് എന്തൊക്കെ അവർക്ക് ഐഡിയ ആണോ അതെല്ലാം അവർക്ക് ഐഡിയ, പ്രതികൾക്ക് ഐഡിയ. അപ്പോൾ അവർ ഏതൊക്കെ രീതിയിലാണ് എന്നെ എടുത്തിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, ഈ കുട്ടി ഈ മരണം നടക്കുന്ന അന്ന് രാത്രി ഇവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ റംഷീന കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി. താരത്തിന് മലപ്പുറത്തും അവളെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് അവള് ഫോണിനെ ചൊല്ലിയിട്ടുള്ള തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവർ മേലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. അതിന് ശേഷം പിന്നെ അവർ താഴേക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതില് വെച്ചാല് പിറ്റേ ദിവസം അവർ ടൂർ പോകുമ്പോൾ രാവിലെ ഏകദേശം 4:30 മണി 5 മണി ആ സമയത്താണ് അവർ പോണത്. അപ്പോൾ മൂത്ത കുട്ടി ചെന്നിട്ട് വിളിച്ചു, ഉമ്മച്ചിന്ന് വിളിച്ചിട്ട് 2-3 പ്രാവശ്യം ഡോറ് മുട്ടിയപ്പോൾ കുട്ടി ഇത് തുറക്കാതായപ്പോൾ പെങ്ങളിത് തുറക്കാതായപ്പോൾ കുട്ടി അവിടെ നിന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അവരെ അമ്മ പറഞ്ഞു, ഇനി വിളിച്ച് നാട്ടുകാരൊന്നും അറിയിക്കണ്ട, ഇങ്ങോട്ട് ഇപ്പോൾ താഴത്തേക്ക് പോരെ, ഞാൻ ചായ ഉണ്ടായിത്തരാം എന്ന് പറഞ്ഞിട്ട് വലിയമ്മ ആനെ കൊണ്ടുപോയിട്ട് അവരങ്ങനെ അടുക്കളയിൽ കയറാൻ പറ്റാത്ത സ്ത്രീയാണ്, അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. എന്നിട്ട് അവരാണ് ചായ ഉണ്ടാക്കി കുട്ടീനെ, അതായത് സാധാരണ ഒരു 10 വയസ്സായ കുട്ടി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉമ്മ ഇല്ലാതെ അത് കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും തയ്യാറാവില്ല. അപ്പൊ അതിലൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവരെ വിളിക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ട് നീച്ചില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുക. ഹസ്ബൻഡും അവരുടെ ഉമ്മയും ഒന്നും ചെയ്തില്ല. പിന്നെ അതിനുശേഷം പിന്നെ കുട്ടിയും ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം ചോദിച്ചു ഉമ്മ എവിടെ, ഉമ്മച്ചിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവര് പിന്നെ ഈ ഫൈസിൽ വണ്ടി പുറത്തിറങ്ങിയിട്ട് വന്നപ്പോൾ മേലെ ജനലിന്റെ അവിടെ ഉണ്ടെന്നുകൊണ്ട് കാണിച്ചു. കുട്ടി ഡ്രസ്സ് തോരട്ടത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഏകദേശം ഒരു പുരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇവരെ ഉമ്മ ഏകദേശം 8 മണിയായപ്പോഴാണ് താഴത്തേക്ക് വരാതായപ്പോൾ ഓപ്പോസിറ്റുള്ള ടർഫിലുള്ള ആളുകളെ വിളിച്ചിട്ട് ടർഫിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഡോറ് വെട്ടി തുറന്നു. ഈ ടർഫിൽ വിളിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരൊന്നും പോലീസിന്റെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നതാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായത്. 2011 മോളെ കല്യാണം കഴിഞ്ഞത്. അവിടെ നിന്നിട്ട് ഒരു കുട്ടിയായതിനു ശേഷം ഒരു സ്ത്രീധനത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പീഡനുണ്ടായിരുന്നു.
അമ്മയുടെ ഭാഗത്തുനിന്നും അവൻ്റെ ഭാഗത്തുനിന്നൊക്കെ സ്ത്രീധനം പോരാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു സ്വർണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സ്വർണ്ണാഭരണം എന്നുള്ള ആണ് പറഞ്ഞിട്ടാണ് മഹർ പറഞ്ഞിരുന്നത്. ഞങ്ങൾ 50 പവൻ്റെ പണം കൊടുത്തിരുന്നു. പിന്നെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പലതും ചെയ്തു. പക്ഷെ അവർ എപ്പോഴും ഈ സ്ത്രീധനത്തിനെ പറ്റിയിട്ടുള്ള വഴക്കും തിരക്കും അതിനുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ പറഞ്ഞു പിന്നെ അവൾ പോകും, പിന്നെയും പോകും, പിന്നെ അവർക്കൊന്ന് കൊണ്ടുപോകും. അങ്ങനെ കരുതും. പുറത്താരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ അതിങ്ങനെ പറഞ്ഞു നിർത്തി ഇരിക്കായിരുന്നു. പിന്നെ അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അവളെ വല്ലാതെ മർദ്ദിച്ചിരുന്നു. മുഖത്തേക്ക് അടിക്കും, എന്തെങ്കിലും ചെറിയ കാരണത്തിന് അവളെ അടിക്കുക, അവളെ ഒന്നിനും ഒരു ഇത് കൊടുക്കാതെ അങ്ങനെ കൊണ്ടുപോകരുത്. അതിലിടക്കാണ് ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് വന്നത്. പക്ഷെ അവൾ ഒരിക്കലും ഈ ഒരു ടൂർ പോയ പേരിൽ അവൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്ന ആളാണ്, സ്ഥിരം ടൂർ പോകുന്ന ആളാണ്. പക്ഷെ ഈ പെണ്ണായിട്ടുള്ള ബന്ധം എന്തെന്നുള്ള അവൾക്ക് അറിയാം. ഞങ്ങളറിഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങളോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ടൂർ പോയിട്ട് ഇവർ മുമ്പ് തന്നെ ഇങ്ങനെ ഒപ്പം നടക്കലും പിന്നെ അവർ മൂന്നാർ പോയി റൂം എടുത്ത് 4 ദിവസം നിന്ന ഇവരൊക്കെ അവിടെ ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വെച്ചിട്ടാണ് അറിയുന്നത്. അങ്ങനെ അവൾ ആത്മഹത്യ ആ ടൂറിൽ പോയിട്ട് അവൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അന്ന് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ അവൾ ചെയ്യില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ കുട്ടികളെ ടൂർ കൊണ്ടുപോകുമ്പോൾ മാഷന്മാർ പോകും, സാധാരണ അതിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പോകും. അതിലൊന്നും ഇപ്പോൾ അവൾ വഴക്കുണ്ടാക്കിയിട്ട് ടൂർ പോകാൻ അങ്ങനെ മരിക്കാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് 10-19 ദിവസം അവളിവിടെ നിന്നിട്ട് പിന്നെയാണ് അവർ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നീട് അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇവരിങ്ങനെ പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പിന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറേ മുമ്പേ അവരിങ്ങനെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു അവൾ പറഞ്ഞു. പിന്നെന്താണെന്ന് വെച്ചാൽ അവൾ പിന്നെ ഇവളിങ്ങനെ ഇടയ്ക്ക് ഫോൺ ചെയ്യും. ഈ പെണ്ണ് ഫോൺ ചെയ്തിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തും. ഇവൾ ഫോണിൽ മെസ്സേജ് കാണും. അത് കാണുമ്പോൾ ഇവനോട് ചോദ്യം ചെയ്യുമ്പോൾ ഇവനടിക്കും. ഇവനോട് ഇവിടെ പറ്റൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഇവളെ പിടിച്ചടിക്കും. അപ്പോൾ പിന്നെ അത് പ്രശ്നമാകലാണ്. അങ്ങനെ ഇതെല്ലാ വിവരങ്ങളും എൻ്റെ ഉമ്മാക്കും അറിയും. ഇവർ നിരന്തരം ഇവളെ ഓരോരോ കാര്യങ്ങൾക്കായി പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഈ വലിയ പ്രശ്നമാണ് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഉണ്ടായത്. ഇവളൊരിക്കലും മരിക്കൂല. മരിക്കുകയെന്ന് വെച്ചാൽ അവൾ മരണത്തിൽ കൂടെ കീഴടങ്ങില്ല. കാരണം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിനോട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവള് പിന്നെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ചെറിയ തോതിലൊക്കെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവള് BA കഴിഞ്ഞതാണ്, TTC കഴിഞ്ഞതാണ്. അങ്ങനെ മരിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ തൻ്റെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കുറെ നോക്കിയിരുന്നത് അവൾ തന്നെയാണ്. പിന്നെ അവിടെ അവൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ ഖുർആൻ ക്ലാസ്, പെണ്ണുങ്ങൾക്കൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കുക. അവർ അതിൻ്റെ ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു കാരണത്തിന് അവൾ തൂങ്ങി മരിക്കേണ്ട ഒരാവശ്യമില്ല. അവൾ മരിക്കാൻ പറഞ്ഞാലും പോയി ചെറിയ ജനൽ കമ്പിയിലൊന്നും കെട്ടിത്തൂങ്ങിയിട്ട് ജീവൻ പോകാം അങ്ങനെ മരിക്കും, അങ്ങനെ മരണപ്പെടുന്നില്ല. അപ്പോൾ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ഇത്രയും ദിവസമായിട്ട് 15 ദിവസമായിട്ട് 16 ദിവസമായിട്ട് ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്നോ ഒരനക്കവും ഉണ്ടായിട്ടില്ല, ഒരന്വേഷണമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരാളെ മൊഴി എടുത്തിട്ടില്ല. ഇത് കണ്ട് ടർഫിൽ വെച്ചിട്ട് ഒരാൾ വന്ന് വാതിൽ വെട്ടിപ്പൊളിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത്. ആ ടർഫിലുള്ള ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ട് അവരൊരു അന്വേഷണം നടത്തി. അല്ലെങ്കിൽ എന്തതിന് കാരണം എന്നുള്ളത് ആരോട് ചോദിച്ചിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പല കാര്യത്തിനും സാക്ഷിയാണ്. കുട്ടികളെ മൊഴി എടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം ഇവിടെ വന്നു, പക്ഷെ അന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ഉണ്ടായി, എന്താ സംഭവിച്ചതെന്ന് അവർ ചോദിച്ചിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് എന്താ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്കത് അന്വേഷണം വേണം. പിന്നെ പത്രക്കാരായാലും മറ്റുള്ളവരായാലും പിന്നെ അവിടം വരെ ഇതിന് അന്വേഷണം എത്തുന്നത് വരെ ഇതിനൊക്കെ സഹായ സഹകരണങ്ങൾ വേണം. മുഖ്യമന്ത്രി ആയാലും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്കൊരു സഹായം വേണം. എനിക്ക് ഒരൊറ്റ മോളുള്ളൂ, വേറെ 2 മക്കളാണ്. ഇവളെൻ്റെ എല്ലാവരും. എനിക്കിനി വേറെ ഒന്നും ഇല്ല, വേറെ മകളില്ല എനിക്ക്. ഇവരിങ്ങനെ ഇതുപോലുള്ള ഈ ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അത് ഒരു നിസ്സാര കാര്യത്തിൽ ഇവർ ഇത്രയും ക്രൂരത കാണിക്കുന്ന കഴുകന്മാരെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവന് വിലയില്ല. ഒരു പട്ടിയെ തച്ചു നിൽക്കുകയാണെങ്കിൽ അതിനെന്തിനെ കൊന്നെന്നുള്ള ചോദിക്കാനെന്ന് പോലീസന്മാരും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു കുട്ടിയുടെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത കേരളത്തിൽ ഈ കുട്ടിക്ക് ഇതുപോലുള്ള പെൺകുട്ടികൾക്ക്
ഇതുപോലുള്ള വാപ്പാക്കും മാക്കും ഇനി മറ്റുള്ള കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം, ഒരാളെ കയ്യിൽ പിടിച്ചു കൊടുക്കട്ടെ. ഇതിലെന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്കത് കാണാനും കേൾക്കാനും വയ്യ. ഈ കുട്ടിയുടെ ഈ ഒരു അനുഭവം വന്നേ മുതൽ 10-14 ദിവസമായി 5 വയസ്സായി 10 വയസ്സായ 2 കുട്ടികളാണുള്ളത്. ഈ കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ പറ്റി കഴിയുന്നില്ല. എനിക്കിനി ജീവിക്കണമെങ്കിൽ എനിക്കിനി ഒരു നിവൃത്തിയില്ല. അങ്ങനെ അത്രക്കും മനസ്സിൻ്റെ വല്ലാതെ വേദനപ്പെട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓരോ ദിവസവും വല്ലാത്ത വേദനയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് മകളായി നിന്റെ എല്ലാതും എൻ്റെ മക്കളെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചെറിയ 2 മക്കളും ഓരോ ദിവസവും ഈ മക്കൾ ഓരോ ദിവസം കഴിച്ചു കൊടുക്കുന്നല്ലാത്ത വിഷയത്തിലാണ്. ഒരു ദിവസം ഈ ഉമ്മാനെ ചോദിച്ചിട്ട് വല്ലാതെ വേദനപ്പെട്ടിട്ടുണ്ട്. രാത്രി 12 മണി 1 മണി ടൈമിലൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് റോഡ് കൂടെ നടക്കുകയാണ്. കുട്ടികളെ കരച്ചിൽ മാറ്റാൻ, കുട്ടികളെ മാറ്റിയെടുക്കാനും വേണ്ടിയിട്ട്. അപ്പം ഈ കുട്ടി പറയുന്നത് തലേ ദിവസം രാത്രി ഇവര് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെന്താന്ന് വെച്ചാൽ ഇവര് ഇവരുടെ കയ്യിലുള്ള ഫോണിൽ ലോക്ക് തുറന്നെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവള് തുറന്നു കൊടുത്തില്ല. അങ്ങനെ ഇവര് ബാക്കിൽ പിടിച്ച് പിന്നെ മുകളിൽ കയറിപ്പോയി. ഇവള് മുകളിൽ കയറിയിട്ട് നേരെ ഇവരും കയറിപ്പോയി. ഇപ്പം കയറിപ്പോയതിന് ശേഷം ഇവരവിടെ വെച്ചിട്ട് ജനലും വാതിലൊക്കെ അടക്കണം. അങ്ങനെ കുട്ടിനെ മുട്ടിനൊക്കെ സൗണ്ട് ഈ മൂത്ത കുട്ടി കേട്ടിട്ട് ചെറിയ കുട്ടി ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇവന് കരഞ്ഞപ്പോൾ താഴെ വന്നിട്ട് പറഞ്ഞത് ഞാൻ കൊല്ലും, ഈ മുണ്ടാതെ കിടന്ന് ഉറങ്ങിപ്പോൾ. അങ്ങനെ ഇവന് അവിടെ വെച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവൻ താഴെ ഇറങ്ങി വന്ന് ഈ മൂത്ത കുട്ടിയെടുത്ത് പറഞ്ഞു. അപ്പോൾ രാവിലെ കുട്ടി ടൂർ പോകുകയാണ്. 5 മണിക്കാണ് ടൂർ പോകുന്നത്. അപ്പോൾ 5 മണിക്ക് ടൂർ പോകുന്ന ടൈമിൽ ഈ കുട്ടിനോട് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. ഈ കുട്ടി ഉമ്മച്ചിനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മച്ചിനെ വിളിക്കാൻ പോകാൻ പുറപ്പെട്ടപ്പോൾ വലിയും പറഞ്ഞിട്ട് ഈ ഉമ്മച്ചിനെ വിളിക്കണ്ട, ഉമ്മച്ചി അവിടെ കിടന്നുറങ്ങിക്കോട്ടെ, ഈ പിന്നെ എനിക്ക് ചായ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഈ കുട്ടി ഒറ്റയ്ക്ക് ഡ്രസ്സ് മാറ്റി വലിയമ്മ ചായ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ കുട്ടി പറഞ്ഞു ഉമ്മച്ചിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ അത്ര മുകളിൽ തയ്ക്കണം ഉമ്മച്ചി. കുട്ടി നോക്കിയപ്പോൾ കണ്ടില്ല, അങ്ങനെ ഇറങ്ങിപ്പോയി. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഉമ്മ അങ്ങനെ മരിച്ചു എന്നുള്ള സംഭവം അങ്ങനെ അറിയിക്കുന്നത്. ആരറിയിച്ചെന്ന് അറിയില്ല, അങ്ങനെ അറിയിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പം വീട്ടിൽ വന്ന് കയറിയ ടൈമിൽ ഞങ്ങളുണ്ട് അവിടെ വീട്ടിൽ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം 15 കൊല്ലം ഇവർ ഒരുമിച്ച് ജീവിച്ച് അത്ര വലിയ സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞൊരു സ്നേഹം അവരൊന്നും കാണിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു ഷോക്കാവും. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവന് കുഴപ്പമില്ലാന്ന്, ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ ഉറങ്ങി കിടക്കുന്നിടത്തുനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഏതൊരാൾക്കൊരു ഷോക്ക് ഉണ്ടാവും. ഇവനൊരു കുഴപ്പമില്ലാതെ വന്ന് ഞാനിരിക്കുന്ന റൂമിൽ വന്ന് നോക്കി അങ്ങനെ പോയി അവിടെ പോയി ഒരു സ്റ്റൂളും കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവനൊരു കുഴപ്പമില്ല, അവനെല്ലാം ഒരുക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇവന് കൊണ്ട് പോയതാണ്. ഇവൻ്റെ ബാക്കിൽ എന്തൊക്കെ കളികൾ നല്ലുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു തീരുമാനം ഒന്നും ആകാത്തത്. ഇവന് നല്ല എന്തൊക്കെ സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒന്നും ഇവന് രംഗത്തേക്ക് ഇവര് പോലീസുമാരായാലും മറ്റുള്ളവരായാലും ആരും ഇറങ്ങാത്തത്. അതുകൊണ്ടാണ്. ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവള് ഫോൺ ചെയ്തിട്ടുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവര് ഫോണിലൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ഇവര് പ്രശ്നം ഉണ്ടായത്. അപ്പം മുത്താപ്പാൻ്റെ മോന് വന്നിട്ട് മധ്യസ്ഥം നിന്ന് അങ്ങനെ അവര് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കലും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവള് പുറത്തേക്ക് ഇറങ്ങി രാത്രി 12:30 മണിക്കാണ് മുറ്റത്ത് ഇറങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു ഞാൻ പോകില്ല, പിന്നെ വീട്ടിൽ കാക്കി തരണം, പേരടിയിൽ കാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് പിന്നെ നിന്നില്ല. അപ്പോൾ ഒരു മൂത്താപ്പാൻ്റെ അങ്ങനെ പോയി വിളിച്ചോടുന്ന് അവരും അതിൻ്റെ ഭാര്യയും വന്ന് മധ്യസ്ഥം നിന്നിട്ട് അവർ കുറെ പറഞ്ഞിട്ടാണ് ഇതിനോട് ഉള്ളിൽ കയറി പോയത്. എന്നിട്ട് ഒരു മധ്യസ്ഥ പറഞ്ഞ് അവനെ എപ്പോൾ നോക്കിയാലും മുസാഫിർക്ക് സത്യം ചെയ്യലാണ്. അപ്പോൾ ഈ മുസാഫിർക്ക് സത്യം ചെയ്യലാണ് നമ്മൾ വിശ്വസിക്കും. നമ്മൾ അള്ളാനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും. അതേപോലെ ഈ കുട്ടിക്ക് വിശ്വസിക്കുകയാണ്. അപ്പം പിന്നെ മുസാഫിർക്ക് സത്യം ചെയ്ത് മരിച്ചുപോയ വാപ്പാനെ കുറിച്ച് സത്യം ചെയ്തപ്പോൾ ഇവിടെ ഇനി ചെയ്യില്ല എന്നാണ്. അങ്ങനെ ഇവിടെ വിളിച്ചിനോട് വിവരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പോരെ, ഞങ്ങളവിടെ വരാൻ ഇങ്ങോട്ട് വന്നോ, ഇവിടെ വന്ന് നിന്നോ, നമുക്കിപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, കാരണം എനിക്ക് മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ ഇപ്പോൾ ആ കുട്ടികളല്ലേ രണ്ടാള്. അപ്പം നമുക്കൊരു പ്രശ്നം വരില്ല, ഇവിടെ വന്ന് നിന്നോ, അങ്ങോട്ട് വായുണ്ടാകും. അപ്പോൾ അവിടെ പറഞ്ഞു കുട്ടികൾ 2 സ്കൂൾക്ക് കൊണ്ടുപോകാം, കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടും. ഞങ്ങളുടെ വന്നിട്ട് ഒരു 10-15 അല്ലെങ്കിൽ ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. അത് ശരിയാവും കുറേ കഴിഞ്ഞാൽ. ഇപ്പോൾ മൂത്താപ്പാടെ അവർ വന്നിട്ട് കുഞ്ഞിപ്പൊക്കെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം, ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടി സംസാരിക്കാൻ നടന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വരുമൊന്നും വേണ്ട, ഇപ്പം എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ നിൽക്കണിയിലടക്കാണ് പിന്നെ വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ രാത്രി 2:30 മണിക്ക് റോട്ടിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ 12:30 മണി വരെ അവിടെ മുറ്റത്ത് നിന്നത് പേരടിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ്. മഴത്ത് കാത്തി തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 2:30 മണിക്ക് ഇറങ്ങി ഓടിയത് അവൻ്റെ ഉപദ്രവ സൈക്കായിട്ട് ഇവര് ഉപദ്രവിച്ച സൈക്കായിട്ട് ആ സൈൻ കെട്ടിട്ട് അവൾ ഇറങ്ങി ഓടിയതാണ് റോഡിൽ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി ഓടിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായ സംഭവം ഇതും കൂടി കുട്ടി ആലോചിക്കുമ്പോൾ അതാണ് തോന്നുന്നത്.
അപ്പോൾ ഇവള് സ്വയരക്ഷക്ക് ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ ഇവര് നിരന്തരം ഒന്നിനല്ലെങ്കിൽ ഒന്നിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓരോന്ന് പറയാം, അവരിങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റമായിക്കാണ്, അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികളെ ഭാഗത്തു നിന്നായാലും കുട്ടികളും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. കുട്ടിക്ക് ചെറിയ കുട്ടിക്കാണെങ്കിലും വലിയ കുട്ടിക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും കുട്ടികൾ അറിയുന്നുണ്ട്. ഉമ്മാനെ വാപ്പ കൊന്നുന്നാ പറയുന്നത്, വാപ്പി വല്യമ്മയും കൂടി ഉമ്മാനെ കൊന്നുന്നാ പറയുന്നത്. അതാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒരിക്കലും കുട്ടികളെ വിട്ടിട്ട് അവൾ പോകില്ല. കാരണം കുട്ടികളെ ഒന്നും ഒറ്റയ്ക്ക് എവിടെയും കിടക്കും കൂടിയില്ല. ഇവിടെ വന്നാൽ കൂടി കുട്ടികളെ ഒറ്റയ്ക്ക് കിടക്കുക, അതല്ലെങ്കിൽ പിന്നെ വേറെ ആരെയും കൂടെ പോവുകയൊന്നും ചെയ്യില്ല. എല്ലാ കാര്യത്തിനും അവൾ തന്നെ വേണമായിരിക്കും. അപ്പം അങ്ങനത്തെ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തത് ഒരു പെണ്ണിന് വേണ്ടിയിട്ട്. ആ പെണ്ണിന് +1 പഠിക്കണി, +2 പഠിക്കണി, 2 മക്കളുണ്ട്, ഭർത്താവ് ഗൾഫിലും. ഇതേപോലെയുള്ള ഭർത്താക്കന്മാരെ സഹിച്ചിട്ട് ഇത്ര പെണ്ണുങ്ങളെ ശരിക്കും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇവിടെയും വന്ന് ചോദ്യം ചെയ്യണം. ഇവളൊരു കുടുംബം തകർത്ത് പിന്നെ അവളെ കുടുംബം സേഫ് ആക്കിയിട്ട് അവൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതേപോലെ ഇനിയിപ്പോൾ ഇവരെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കുടുംബം തകർക്കാൻ നോക്കും. ഇങ്ങനെ പല കുടുംബങ്ങളും ഇതേപോലുള്ള പെണ്ണുങ്ങളാണ് തകർക്കുന്നത്. അവളെ ഇതേപോലെ നിയമത്തിന്റെ മുന്നിൽ കൊടുത്തിട്ട് ഇവിടെ ഫോൺ ചെയ്തിട്ട് മകളെ കുറെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സ്കൂളിൽ ചെന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതിന് ഇവിടെ കുറെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പൈസ പറഞ്ഞാൽ ഈ ആളിനെ ഇവനെ പറഞ്ഞിട്ട് ഇവിടെ സ്കൂളിൽ നിന്ന് അടിച്ചിറക്കാൻ പറഞ്ഞിട്ടുണ്ടാണ്. അവള് ഈ സ്കൂളിൽ PTA മീറ്റിംഗിന് ചെന്നപ്പോൾ ഇവിടെ പറഞ്ഞു പൈസയിലെ അവളെ പിടിച്ച് പുറത്താക്കുന്നു. അപ്പൊ അത് പറയാൻ അവൾക്ക് എന്താ അധികാരം? അവള് പിന്നെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അത്രയും അവളെ അധികാരം കയറ്റി വർത്താനം പറഞ്ഞിട്ട് ഇവിടെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവളെ ഇതേപോലെ നിയമത്തിന്റെ മുന്നിൽ കൊടുത്തിട്ട് ചോദ്യം ചെയ്യണം. അപ്പൊ ഇവരൊക്കെ ശരിക്കും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നടന്ന സംഗതി എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ദിവസം കൂടി ഇവർ പറയും. അത്രക്കും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ഇതെന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടണം. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ, മുഖ്യമന്ത്രി എല്ലാവരും ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മരിക്കണിയുടെ തലേ ദിവസം ഞാൻ അവൾക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരു 5:30 മണിക്കാണ് ഫോൺ ചെയ്തത്. ഫോൺ ചെയ്ത സമയത്ത് അവള് എൻ്റെ ഫോണിൽ നിന്ന് അടിച്ച് 2-3 പ്രാവശ്യം അടിച്ചപ്പോഴും ഫോൺ എടുത്തില്ല. പിന്നെ വാപ്പാടെ ഫോണിൽ നിന്ന് അടിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു എന്താ മോളെ ഈ ഫോൺ എടുക്കാത്തെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ കുട്ടിയെ കുളിപ്പിക്കുകയായിരുന്നു, അതാണ് ഫോൺ എടുക്കാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ 1-2 വർത്താനം പറഞ്ഞ് പിന്നെ ഫോൺ അങ്ങനെ കട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവരൊക്കെ ഞാൻ പറഞ്ഞു ശനി ഞായറും സ്കൂളിന് ഒഴിവാണ്, അപ്പം ഈ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു സ്വത്ത് ടൂർ പോവുകയാണ്, അവൻ പോയി വന്നതിന് ശേഷം ഞാൻ വരാം, നാളെ വന്നാൽ മതി എന്നെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ കുട്ടിയാണ്. പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ ദിവസം ഇവിടെ വന്നത് മയ്യത്താണ്. അപ്പത്തിന് ഇവർ കുട്ടിനെ പണി കഴിച്ചു വെച്ചു. താഴത്തെ ബെഡ്റൂമിൽ നിന്ന് മൂത്ത കുട്ടിക്ക് 10 വയസ്സാണ്. മൂത്ത കുട്ടി സിറിഞ്ചും പിന്നെ ഗുളികപ്പൊടി അത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് അവരിടക്കിടക്ക് കാണുന്നുണ്ടെന്ന് കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ മരണത്തിൻ്റെ ദിവസം അത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾക്ക് ദുരൂഹത തോന്നുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2-3 പ്രാവശ്യം അത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. അവർ തന്നിട്ടില്ല. അവർ തരാൻ പറഞ്ഞിട്ട് പിന്നെ പിന്തിരിപ്പിക്കുകയാണ്. അപ്പം അതിൽ എന്തോ കാര്യമായിട്ടുള്ള ദുരൂഹത ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജനൽ 4 കമ്പിയുടെ മേലെയാണ് ഈ കുട്ടി, 5-ാമത്തെ കമ്പിയിലാണ് ഈ കുട്ടി ഷാള് കെട്ടിയിട്ട് ജനലിങ്ങനെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കസാലയിൽ ഇരിക്കണ പോലെ കുട്ടി ഉറങ്ങിയിരിക്കും പോലെ ഇരിക്കുകയാണ്. ഈ മരണപ്പെട്ട സമയത്ത് കുട്ടിക്ക് നാവ് പുറത്തേക്ക് വരും, അതല്ലെങ്കിൽ കണ്ണു തുറക്കുക, അതല്ലെങ്കിൽ മാന്ത് കയ്യും കാലൊക്കെ മാന്ത്. ഒരുപാട് മരിച്ചങ്ങനെ മരണപ്പെട്ട ആൾക്കാരെ ഈ പ്രായത്തിനടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 52 വയസ്സായി. ഞാൻ ആ തൂങ്ങി മരിച്ച ആൾക്കാരെ മയ്യത്ത് പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ പല രീതിയിലും ഉണ്ടാകാറുണ്ട് ആൾക്കാർ. പിന്നെ ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ട്. TV-യിൽ FIR നടക്കുന്ന സമയത്തൊക്കെ അതിൽ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ പല രീതിയിൽ കെട്ടി തൂങ്ങി നിൽക്കുന്ന ആൾക്കാരെ രൂപങ്ങൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും അത് ഒരു നോട്ടം നോക്കണം, പിറ്റത്തെ നോട്ടം നോക്കാൻ കഴിയും. പക്ഷെ ഈ കുട്ടിനെ കണ്ടാൽ ഒരു പോറൽ പോലും ഈ കുട്ടിക്കില്ല. മുഖം ശരിക്ക് ഉറങ്ങിക്കിടക്കുന്ന സാധാ മരിച്ച ആൾ കിടക്കുന്ന പോലെയുള്ള ആ ഒരു രൂപമാണ് കാണുന്നത്. കുട്ടി ശരിക്കും കണ്ണടച്ച് കൈയൊക്കെ നിർത്തി വെച്ച് ഒരു കുഴപ്പമില്ലാതെ തലക്ക് ചെറിയൊരു ചെരിവുണ്ട്, വേറൊരു കുഴപ്പമില്ല. തന്നെ ശരിക്കും കഴുത്തിൽ മുണ്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നാവ് പുറത്തേക്ക് വരും, കണ്ണ് തുറക്കും. അപ്പോഴത്തെ വെപ്രാളത്തിൽ പലതും ഈ ആൾ ചെയ്യും. പക്ഷെ ഈ കുട്ടിയുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കുട്ടിയുടെ ശരിക്ക് ജനലിൻ്റെ ഒരു തിട്ടിൽ ആരെ കൊണ്ട് ഇരുത്തിയ പോലെ ശരിക്കും ഇങ്ങനെ കസാലയിൽ ഇരിക്കുമ്പോൾ കുട്ടി ഇരിക്കുകയാണ്. കാല് രണ്ടും നിലത്ത് കുട്ടിയിട്ടുണ്ട്, കൈ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മരണമാണ്, ഒരു തൂങ്ങിയ മരണമാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരിക്കലും തൂങ്ങിയ മരണമല്ല. ഇതിലെന്തോ ദുരൂഹത കാര്യമായിട്ട് ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ഇതെന്തോ കുട്ടിനെ എന്തോ അപായപ്പെടുത്തിയിട്ട് കുട്ടിയുടെ മരണത്തിന് ശേഷം ഇവരിങ്ങനെ ജനലുമ കെട്ടിത്തൂക്കി ഇവർ ടൂർ പോയതാണെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ കുട്ടിനെ അങ്ങനെ എത്തിയിട്ട് ഇവരെ ടൂർ പോയി. രാത്രി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കുട്ടി രാത്രി 2:30 ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കുട്ടി അത്രയും വീട്ടിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കുട്ടി ആ സമയത്ത് അത്രയും അർദ്ധരാത്രിക്ക് ഇറങ്ങി ഓടിയത്. അവിടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടിയതാണ്. അപ്പോൾ ഇവർ വീണ്ടും പിന്നാലെ പോയി പിടിച്ചു കൊടുത്തിട്ടാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ ബോഡി നമ്മൾ ഇവിടുന്ന് പോയി കണ്ട ഫസ്റ്റ് ഒരാളാണ് ഞാൻ ബോഡി പോയി കണ്ടത്. പക്ഷെ ഈ ബോഡി ഇരിക്കുന്നത് കണ്ടാൽ ഒരു ആത്മഹത്യയായിട്ട് ഒരിക്കലും അത് തോന്നുന്നില്ല. കാരണം വളരെ ഹൈറ്റ് കുറവുള്ള ഒരു ജനലുണ്ട്. ആ ജനലിനൊരു തരിപ്പുണ്ട്. ആ തരിപ്പുമ്മ ഈ ബോഡി ഇങ്ങനെ ഇരുത്തി വെച്ച മാതിരിക്കാണ് ഈ ബോഡി ഉള്ളത്. പിന്നെ ഈ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തൊക്കെ പിന്നെ ഒരു ആത്മഹത്യയാണെങ്കിൽ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളും അതായത് മലമൂത്ര വിസർജനം ആ ബോഡിയിൽ നിന്നുണ്ടായിട്ടില്ല അതുവരെ. പിന്നെ ദേഹത്ത് പിന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ മാന്തുക അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കുട്ടിക്ക് അത്യാവശ്യം നഖം കഴിയുമുണ്ട്, ഞാനത് നോക്കിയതാണ്. പക്ഷെ ദേഹത്ത് ഒരു മുറിവോ അങ്ങനത്തെ ഒരു അതായത് ആത്മഹത്യ ചെയ്യുമ്പോൾ കൈ കൊണ്ടുള്ള മാന്തലോ അങ്ങനത്തെ ഒരു കാരണങ്ങളും ആ ബോഡിയിൽ കാണുന്നില്ല. കണ്ണ് തുറിക്കുക, നാവ് പുറത്തേക്ക് വരിക, അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളും കണ്ടിട്ടില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ട് ഈ മരണത്തിൽ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ഈ അന്വേഷണം ഗൗരവമാകും. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒരു അന്വേഷണം ഒരു ഉഷാറായി നടക്കുന്നില്ല. ഒരു മന്ദഗതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇന്നൊക്കെ 16 ദിവസമായിട്ട് അതായത് ഈ ബോഡി ഫസ്റ്റ് കണ്ട ആൾക്കാരെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ മൊഴിയെടുക്കാനോ ഇതിനൊന്നും പോലീസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ പ്രതിക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന്റെ അന്വേഷണം പിന്നെ ഗൗരവത്തിൽ അന്വേഷിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ മരണത്തിന് ഞങ്ങൾക്ക് എന്തായാലും ദുരൂഹതയുണ്ട്. അതിന് ഏത് സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് അട്ടിമറിക്കണമെന്ന് നമുക്കിപ്പോൾ സംശയമുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയതില് ഞങ്ങളെ പെങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഇടപെടൽ വേണമെന്നുള്ളതാണ് പറയാൻ. ഞാനിപ്പോ പരാതി മുഖ്യമന്ത്രി, DGP, വനിതാ കമ്മീഷൻ, അതുമാതിരി SP-ക്ക് ഒക്കെ പരാതി കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോലീസിന്റെ അടുത്തിട്ടും യാതൊരു സാധനം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് പോലീസിന്റെ അടുത്തിട്ട് പ്രവർത്തിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മുഖ്യമന്ത്രി നിലയ പിണറായി സാറോ ഒന്നും ഞങ്ങൾ ഓരോ കുറ്റക്കാരെ കിട്ടണം. അതുകൊണ്ട് അടുത്തിട്ട് വേണ്ട മാതിരി ഉണർന്നു അടുത്തിട്ടിലൊക്കെ ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അടുത്തിട്ട് യാതൊരു അവരെന്തൊക്കെ രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ എന്തോ സാമ്പത്തിക എന്തോ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യാവകാശ സേനക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഉയർന്ന ബോഡിയാണ്. ആ ബോഡിയിൽ നിന്ന് നമുക്ക് ഞങ്ങളുടെ എല്ലാവിധ സഹായസഹകരണവും കിട്ടണമെന്നാണ് പറയുന്നത്. കൂടുതലും പറയുന്നത് ഒന്നാമത് ഹാർട്ട് പേഷ്യൻ്റാണ്. കൂടുതൽ സംസാരിക്കുമ്പോൾ BP കൂടുതൽ. അതുകൊണ്ട് ഫോൺ വന്നത് കുട്ടിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞിട്ടാണ്. അതായത് ആ സമയത്ത് പിന്നെ മോനുമായിട്ട് കിടക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയും മോനും. അപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു ഫോൺ വരുന്നുണ്ട്, നീ കട്ട് ചെയ്ത് പിന്നെ ഞാൻ പിന്നെ വിളിക്കാറാണ്. അങ്ങനെ അവിടെ നിന്ന് വിളിച്ചിട്ട് മോൾക്ക് വയറുവേദന പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ആ നമ്പർ മേടിച്ചിട്ട് പിന്നെ ഇവന് തിരിച്ചു വിളിച്ചേക്കാണ്. എന്നോട് പറയുന്നത് സുസൈഡാണ് ഇത് ചെയ്തത്. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ ഇങ്ങനെ ജനലിൽ ഇങ്ങനെ പിന്നെ ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പിന്നെ പിന്നെ കമ്പിയിൽ ഇങ്ങനെ പിന്നെ ഷാൾ ഇട്ടിട്ട് കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാര്യങ്ങൾ മടങ്ങിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അവർ സമ്മതിച്ചില്ല. കാരണം എന്താ കഴിഞ്ഞാല് അവര് പിന്നെ ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്തതാണ് പോലീസ്. അതൊന്നുമില്ല. കണ്ണു തുടിക്കാൻ, നാവ് പിടിക്കാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ കൂടുതലും നമ്മളെ സഹോദരങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൂടി കൂടുതൽ ശരീരത്തിൽ വരുമ്പോഴോ മറ്റുള്ള ഒന്നുമില്ല. ഈ സമയം വരെ ഈ ആള് ഈ കുട്ടികൾ കാണാനും മറ്റുള്ളതൊന്നും നമുക്ക്
പൈസ എന്ന് പറഞ്ഞ ഭർത്താവ് ഒന്ന് കാണാൻ അങ്ങനെ ആരോ പറഞ്ഞു ഒന്ന് വേണമെങ്കിൽ വന്ന് കണ്ടോട്ടെ, അങ്ങനെയാണ് അവൻ വന്ന് നോക്കിയിട്ട് നാട്ടിലെ പോയി ചെയ്യും. ഞങ്ങള് ഒന്ന് മേലെ താഴെ ഇറക്കി. ആ സമയം വരെ ഇവര് ബാത്റൂമിൽ പുറത്തിറങ്ങിയിട്ടില്ല, ബാത്റൂമിൽ തന്നെ ആംബുലൻസ് കയറ്റി ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് കൊണ്ടുപോയി. മഞ്ചേരി നേരെ ഹോസ്പിറ്റലെല്ലാം കഴിഞ്ഞ് മൈ തൊഴിച്ച് ഞങ്ങളുടെ നേരെ കൊണ്ടുപോകും.